സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദിയിൽ സന്ദർശന വിസയിലുള്ളവർക്ക് വ്യാഴാഴ്ച മുതൽ ഒരു മാസത്തേക്ക് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനും അവിടെ താമസിക്കുന്നതിനും വിലക്കേർപ്പെടുത്തി. എല്ലാത്തരം സന്ദർശന വിസക്കാർക്കും ഈ തീരുമാനം ബാധകമാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. സന്ദർശന വിസകൾ കൈവശമുള്ളവരെ മക്കയിൽ പ്രവേശിക്കാനോ അവിടെ തുടരാനോ അനുവദിക്കില്ല. മെയ് 23 മുതൽ ജൂൺ 21 വരെ ഒരു മാസത്തേക്കാണ് വിലക്ക്. വിവിധ പേരുകളിലുള്ള സന്ദർശക വിസകൾ ഹജ്ജ് നിർവഹിക്കാനുള്ള പെർമിറ്റായി കണക്കാക്കില്ല. നിയമം ലംഘിക്കുന്നവർ രാജ്യത്തെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് കനത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരായിരിക്കുമെന്നും നിയമലംഘകരെ നാടുകടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം ഓർമ്മപ്പെടുത്തി. അതേസമയം നുസുക്ക് ആപ്ലിക്കേഷൻ വഴി ഉംറ പെർമിറ്റുകൾ നൽകുന്നതും നിർത്തലാക്കിയിട്ടുണ്ട്. ഉംറ പെർമിറ്റുകൾ ഇനി ഹജ്ജിന് ശേഷം മാത്രമേ അനുവദിക്കൂ. മക്കയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനും തീർത്ഥാടകർക്ക് പ്രയാസരഹിതമായി ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് നിയമം കർശനമാക്കിയതെന്നും ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം രാജ്യത്തെ വിവിധ മേഖലകളിൽ അനധികൃത ഹജ്ജ് സ്ഥാപനങ്ങളെ പിടികൂടാനുള്ള നടപടികൾ സുരക്ഷാ വകുപ്പിന് കീഴിൽ തുടരുകയാണ്. മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. ജിമ്മുകളിൽ നിന്നും പിടിയിലായ 90 പേരും ഇതിൽ ഉൾപ്പെടുന്നു. പ്രതികൾക്കെതിരെ തൊഴിൽ മന്ത്രാലയം നിയമ നടപടികൾ സ്വീകരിച്ചു. ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സ്വദേശി യുവതിയെയും കുട്ടിയെയും റോയൽ എയർഫോഴ്സ് ഒമാൻ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തു. ഖസബ് ആശുപത്രിയിൽ നിന്നാണ് അടിയന്തര വിദഗ്ധ ചികിത്സ ആവശ്യമായതിനെ തുടർന്ന് മസ്കറ്റ് ഗവർണറേറ്റിലെ ഖൗല ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രോഗിക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായാണ് ഇവിടേക്ക് മാറ്റിയതെന്നും അധികൃതർ വ്യക്തമാക്കി. ഒമാനിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പുതുതായി മറ്റൊരു കമ്പനി തുടങ്ങാൻ ഇനി NOC നിർബന്ധം. സ്വന്തമായി തുടങ്ങാനിരിക്കുന്ന കമ്പനിക്ക് കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ എടുക്കുന്നതിനാണ് നിലവിലെ കമ്പനിയിൽ നിന്നും നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കേണ്ടത്. വിദേശ നിക്ഷേപ നിയമപ്രകാരം നേരത്തെ തന്നെ പ്രാബല്യത്തിലുള്ള നിയമമാണ് ഇതെങ്കിലും ഇടക്കാലത്ത് അധികൃതർ ഇളവ് നൽകുകയും ഇതുവഴി പ്രവാസികൾക്ക് നിലവിലെ കമ്പനിയുടെ പ്രത്യേക അനുമതി ഇല്ലാതെ തന്നെ പുതുതായി കമ്പനി തുടങ്ങുന്നതിനും നിക്ഷേപം നടത്തുന്നതിനും ഷെയർ സ്വന്തമാക്കുന്നതിനും അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ഈ ഇളവ് പിൻവലിക്കുകയാണ് ഇപ്പോൾ മന്ത്രാലയം. ഇതുപ്രകാരം പ്രവാസി തൊഴിലാളികൾ ഇപ്പോൾ മറ്റൊരു കമ്പനി തുടങ്ങുകയോ സംരംഭങ്ങളിൽ പങ്കാളികളാവുകയോ ചെയ്യുന്നതിന് നിലവിലെ കമ്പനിയുടെ NOC സ്വന്തമാക്കണം. നേരത്തെ പുതിയ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിരക്ക് കുറച്ചും നടപടികൾ എളുപ്പമാക്കിയോ മന്ത്രാലയം നിക്ഷേപകരെ ആകർഷിച്ചിരുന്നു. നിലവിലെ കമ്പനിയുടെ NOC ഇല്ലാതെ പുതിയ കമ്പനി തുടങ്ങുന്നതിനും ഇതോടൊപ്പം അവസരം നൽകിയിരുന്നു. സ്വദേശി സ്പോൺസർ ഇല്ലാതെ SPC LLC കമ്പനികൾ ആരംഭിക്കുന്നതിനുള്ള അവസരവും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം തുറന്നുകൊടുത്തിരുന്നു. ബാങ്ക് അക്കൗണ്ടിൽ നിശ്ചിത തുക നിക്ഷേപം കാണിക്കണമെന്നതുൾപ്പെടെയുള്ള മാനദണ്ഡങ്ങളും നീക്കിയിട്ടുണ്ട്. അതേസമയം ഇതിന് പിന്നാലെ നിരവധി പ്രവാസികളാണ് നിലവിലെ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ CR സംരംഭം ആരംഭിച്ചത്. വിസ കാലാവധി കഴിയുമ്പോൾ സ്വന്തം പേരിലുള്ള CR സംരംഭങ്ങളിലേക്ക് മാറുന്നതും പതിവായിരുന്നു. ഇത് നിലവിലെ കമ്പനികൾക്ക് തിരിച്ചടിയാകുന്നതായും അഭിപ്രായം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ സംരംഭം ആരംഭിക്കുന്ന പ്രവാസികൾ നിലവിലെ സ്ഥാപനത്തിന്റെ NOC സമർപ്പിക്കണമെന്ന നിയമം തിരിച്ചു കൊണ്ടുവരുന്നത്. ഒമാനിൽ 81 റിയാൽ മാത്രമാണ് പ്രാഥമിക രജിസ്ട്രേഷൻ ഫീസ്. കമ്പനികളുടെ ഗ്രേഡ് മാറുന്നതിനനുസരിച്ച് രജിസ്ട്രേഷൻ തുകയിൽ മാറ്റം വരുമെങ്കിലും ഏറ്റവും ഉയർന്ന നിരക്ക് 500 റിയാലിൽ താഴെയാണ്. 2023 ജാനുവരി മുതൽ ഏപ്രിൽ അവസാനം വരെ 3093 റിയാലായിരുന്നു കമ്പനി രജിസ്ട്രേഷന് ഏറ്റവും കുറഞ്ഞ നിരക്കായി ഈടാക്കിയിരുന്നത്. കമ്പനി തുടങ്ങുന്നതിന് നിക്ഷേപകരുടെ കപ്പാസിറ്റി തെളിയിക്കുന്നതിന് 3000 റിയാൽ ബാങ്ക് ബാലൻസ് സ്റ്റേറ്റ്മെന്റ് കാണിക്കണമെന്ന മാനദണ്ഡവും എടുത്തുകളഞ്ഞിട്ടുണ്ട്. നിലവിൽ പ്രത്യേകം ബാങ്ക് നിക്ഷേപമില്ലാതെ തന്നെ കമ്പനി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കും. 10 ദിവസത്തിനകം കമ്പനി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ പറ്റുമെന്നതും പ്രത്യേകതയാണ്. വാടക കരാർ, പേഴ്സണൽ കപ്പാസിറ്റി ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നാട്ടിൽ നിന്നും ഇവിടെ നിന്നുമുള്ള പോലീസ് ക്ലിയറൻസ് തുടങ്ങിയ രേഖകളും പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആവശ്യമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ട്ണർ വിസയാണ് ഇത്തരത്തിൽ സംരംഭം തുടങ്ങുന്ന പാർട്ട്ണർമാർക്ക് ലഭിക്കുക.
316 മാത്രമാണ് ഇവരുടെ വിസ നിരക്ക്. ഉയർന്ന തുക നൽകി ഇൻവെസ്റ്റർ വിസ സ്വന്തമാക്കുന്നതിന് പകരം കുറഞ്ഞ നിരക്കിൽ പാർട്ട്ണർ വിസ ലഭിക്കുന്നതും നിക്ഷേപകരെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. കമ്പനി നിക്ഷേപകർക്കെല്ലാം ഇത്തരത്തിലുള്ള വിസ സ്വന്തമാക്കാനും സാധിക്കും. ദോഫാർ ഗവർണറേറ്റിൽ അനാഥരുടെ കൂട്ടായ്മയ്ക്ക് കാലപ്പഴക്കം ചെന്ന ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ വാണിജ്യ സ്ഥാപനത്തിനെതിരെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിന്റെ നടപടി. 3000 റിയാൽ പിഴയും 2 വർഷം തടവും ശിക്ഷ വിധിച്ചു. ഉൽപ്പന്നത്തിന്റെ കാലാവധി തിരുത്തുകയും ശരിയായ കാലാവധി സ്ഥാപനത്തിൽ നിന്നും മറച്ചുവെക്കുകയും ചെയ്ത സംഭവത്തിൽ സമാന കേസിൽ തന്നെ 1000 റിയാൽ തടവും 6 മാസത്തെ പിഴയും ശിക്ഷിച്ചു. ശിക്ഷാ നടപടികൾക്ക് ശേഷം പ്രതിയെ നാടുകടത്താനും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിന്റെ ഉത്തരവിൽ പറയുന്നു. സീബ് വിലായത്തിലെ മബൈല നോർത്ത് പ്രദേശത്ത് ഫാമിൽ വൻ തീപിടുത്തം. ഇന്നലെ രാവിലെ ആരംഭിച്ച തീപിടുത്തം മണിക്കൂറുകളോളമാണ് തുടർന്നത്. അഗ്നിശമന സേനയെത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. നിരവധി മരങ്ങൾ കത്തിനശിച്ചു. അതേസമയം ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. ഹെലികോപ്റ്റർ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തി. തീപിടുത്ത കാരണം വ്യക്തമാക്കിയിട്ടില്ല. അഗ്നിശമന സേനയുടെ പെട്ടെന്നുള്ള ഇടപെടൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കി. സംഭവത്തിന് പിന്നാലെ പ്രദേശത്തെ പുക നിറഞ്ഞിരുന്നു. അന്തരീക്ഷത്തിലെ ഇരുണ്ട പുക സമീപ പ്രദേശങ്ങളിലും ഭീതി സൃഷ്ടിച്ചു. അതേസമയം വേനൽ ചൂട് ഉയർന്നതിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി തീപിടുത്ത സംഭവങ്ങളാണ് ദിവസങ്ങൾക്കിടെ റിപ്പോർട്ട് ചെയ്തത്. ലൈസൻസില്ലാതെ പ്രവർത്തിച്ച അറവുശാല നഗരസഭാ അധികൃതർ കണ്ടെത്തി. ജോലിക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ അൽഖാബിൽ വിലായത്തിലാണ് സംഭവം. അനുമതിയില്ലാതെയും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും പ്രവർത്തിച്ചിരുന്ന അറവുശാലയാണ് നഗരസഭാ ആരോഗ്യകാര്യ വിഭാഗം കണ്ടെത്തി അടപ്പിച്ചത്. നിയമലംഘനം നടത്തിയ 3 തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. ജൂൺ 1 മുതൽ 29 വരെ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഒമാൻ ടീമിന് ആദ്യ കടമ്പ കടക്കൽ എളുപ്പമാകില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ ശക്തരായ എതിരാളികളെയാണ് നേരിടേണ്ടത്. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും നമീബിയയും അടങ്ങുന്ന ഗ്രൂപ്പ് ബിയിലാണ് ഒമാനും ഉൾപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ ടീമിന് 3 മത്സരങ്ങളിലെങ്കിലും വിജയം അനിവാര്യമാണ്. ജൂൺ 3-ന് നമീബിയക്കെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം. 6-ന് ഓസ്ട്രേലിയയെ നേരിടും. ഒമാൻ സമയം പുലർച്ചെ 4 മുതൽ 2 മത്സരങ്ങളും ആരംഭിക്കുന്നു. 3-ാം മത്സരം ജൂൺ 9-ന് രാത്രി 9 മണി മുതലാണ്. സ്കോട്ട്ലൻഡാണ് എതിരാളികൾ. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ 13-ന് രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ടിനെ നേരിടും. കരുത്തരായ എതിരാളികളെ നേരിടുന്നതിന് മികച്ച മുന്നൊരുക്കമാണ് അമേരിക്കയിൽ പരിശീലനം തുടരുന്ന ഒമാൻ ടീം. അതേസമയം ലോകകപ്പ് മുന്നൊരുക്ക മത്സരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടക്കും. ICC പ്രഖ്യാപിച്ച മത്സരങ്ങളിൽ മെയ് 27-ന് ഒമാൻ പാപ്പുവ ന്യൂ ഗിനിയയെയും 29-ന് അഫ്ഗാനിസ്ഥാനെയും നേരിടും. ലോകകപ്പിനുള്ള മികച്ച മുന്നൊരുക്കമായി ഈ മത്സരങ്ങൾ മാറും.